ഇതൊരു തലമുറയുടെ പ്രശ്നമല്ല. ഇത് പിന്നെ പഴയ തലമുറയെല്ലാം നല്ലതാണെന്നും ഈ തലമുറയെല്ലാം മോശമാണെന്നുള്ള തലമുറയുടെ പ്രശ്നമല്ല. എപ്പോഴും ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് മംഗളം മനോരമ പോലെയുള്ള സാഹിത്യത്തിലുള്ള സംഗതിയിൽ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. വൈക്കത്ത് സെന്റ് സേവിയേഴ്സ് കോളേജ് എന്ന് പറയുന്ന കൊതോറ കോളേജിൽ 2 കുട്ടികൾ പോയി പിന്നെ റെയിൽവേ പാളത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അത് വലിയ വാർത്തയായി. അപ്പോൾ സാഹിത്യമാണ് ആത്മഹത്യ പ്രചരിപ്പിക്കുന്നുള്ള സംഗതികൾ വന്നു. പിന്നെ അതിനുശേഷം മൊബൈലുകൾ വീണ്ടും നമ്മുടെ രംഗത്തേക്ക് വരുമ്പോൾ പ്രണയത്തിന് മൊബൈൽ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു തലമുറ കുഴപ്പക്കാരാണെന്നും ഈ നമ്മുടെ ഡോക്ടറുടെയും ടോമി ജെ തച്ചങ്കരിയുടെ എല്ലാം കാലഘട്ടത്തിലുള്ള പ്രണയം പിന്നെ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയൊക്കെ പോലെയുള്ള അത്യുഗ്രൻ പ്രണയമാണെന്നും പറയുന്നത് തെറ്റാണ്. അതാണ് ഒന്ന്. അവരുടെ അനുഭവം പറഞ്ഞാണത്. അല്ല, ആ അനുഭവത്തെ നമ്മൾ കാരണം കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ പിടിക്കുമ്പോൾ പിന്നെ ഗോപികമാർ ചുറ്റും കൂടുന്നത് പോലെയല്ല. കൃഷ്ണന്റെ ഓടക്കുഴൽ ദ്വാപര യുഗത്തിന്റെ കാലഘട്ടത്തിലുള്ളതാണ്. മാത്യു സാറിന്റെ കാലഘട്ടം. മാത്യു സാറിനോട് മാത്യു സാർ ഇപ്പോഴും ഒരു മൊബൈൽ ഇട്ടാൽ പ്രണയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് വയസ്സാണെങ്കിൽ കൂടി. അപ്പൊ ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന് പറയുന്ന സ്ഥലത്തൊരു പെൺകുട്ടിയെ കല്ലൂർ ഇതിന്റെ ഏറ്റവും അറ്റത്തുള്ള ബാലരാമപുരം അപ്പുറത്തുള്ള ആള് മൊബൈൽ വഴി പ്രണയിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ അയാൾ വിവാഹം കഴിച്ചതാണ്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം കഴിഞ്ഞ ശേഷം മൊബൈലിലെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോയുടെ ചിത്രങ്ങൾ ആ കുട്ടിയെ കാണിച്ചു. ആ കുട്ടിയെ കാണിച്ചിട്ട് അവളെ ഒരു റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെ ഇപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് പരാതിപ്പെടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ടോമി ജെ തച്ചങ്കരി സാറിനോടാണ് പരാതിപ്പെടട്ടെ എന്ന് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ആ കുട്ടി ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല. കാരണം അത് പുറത്തെറിഞ്ഞ വലിയ കുഴപ്പമാണെന്നുള്ള രീതിയിലേക്കാണ് സംഭവങ്ങൾ വരുന്നത്. എന്റെ ഏട്ടന്റെ മോള് കിങ്ങിണി എന്നാണ് പേര്, ബ്രില്യൻസ് കോളേജ് പാലായിൽ പഠിക്കുകയാണ്. അവൾക്ക് അവിടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മൊബൈലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ മൊബൈൽ മേടിച്ചു കൊടുക്കുന്ന എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു മൊബൈൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായിട്ടാ മൊബൈൽ വേണ്ടാത്തത്? ഞാൻ പറഞ്ഞു മിസ് കോൾ വരുമെന്ന് പറഞ്ഞു. എന്തായിട്ടാ മിസ് കോൾ? അത് ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഏട്ടന്റെ മോളോട് പറഞ്ഞതാണ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഞാൻ എല്ലാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ലോ അക്കാഡമി ഇതൊക്കെ എന്റെ കോളേജിൽ പഠിക്കുന്നവരാണ്. അവിടെ കേമന്മാരാണോ? ഇല്ലല്ലേ, ഇവരെല്ലാം SFI ആണ്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ സഹായങ്ങളാണ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്റെ ക്ലാസ്സിലൊരു കുട്ടി എനിക്ക് 10 മണി കഴിഞ്ഞ് SMS അയച്ച് അത് പിടിച്ച് ഞങ്ങള് 10 മണി കഴിഞ്ഞിട്ട് പെൺകുട്ടി അയച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ ഒരു 3-4 കോളുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറെ ഈ ഞങ്ങളുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ നമ്പർ വാങ്ങിക്കുന്നത് ആൺകുട്ടികൾ പൊതുവെ ക്ലാസ്സിൽ കയറില്ല. അപ്പോഴത്തേക്കും ഈ നോട്ട്സുകളൊക്കെ കളക്ട് ചെയ്യാനും സഹായിക്കാനും അധ്യാപകരെ വിളിച്ചു പറയാനാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടി നിരന്തരമായി 10 മണി കഴിഞ്ഞ് എന്നെ വിളിക്കുകയും അത് കഴിഞ്ഞ് പിന്നീട് എന്റെ നമ്പറുകൾ വരെ പുറത്തു കൊടുത്ത് വിളിപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ആദ്യമായിട്ടായിരിക്കും തച്ചങ്കരി. അല്ല, മ്യൂസിയം സ്റ്റേഷനിൽ ദിനിൽ സാറാണ് അവിടുത്തെ CI. ദിനിൽ സാറിന് പരാതി എഴുതി കൊടുത്തിട്ട് ഈ പെണ്ണ് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോഴത്തേക്കും നമുക്കെതിരെ കംപ്ലൈന്റുമായിട്ട് ഞാൻ യൂത്ത് വിഷനിൽ പോയിരിക്കുകയായിരുന്നു. യൂത്ത് വിഷനിൽ കഴിഞ്ഞപ്പോൾ നമുക്കെതിരെ കംപ്ലൈന്റുമായിട്ട് ഈ കുട്ടി പോയിരിക്കുകയാണ്. ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു, മോളെ ഞാനൊരു മെസ്സേജ് അയച്ചാൽ നീ അത് താങ്ങില്ല എന്നാണ് ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചത്. അപ്പൊ SMS അപ്പൊ എസ്എംഎസുകൾ പ്രണയവും ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ചർച്ച വരുന്നത്. അപ്പോൾ അത് ആൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നോ പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നോ എന്നല്ല, ഈ മൊബൈൽ ഇല്ലെങ്കിലും അവർ മെസ്സേജ് അയക്കും. കാരണം മൊബൈൽ ഇല്ലാത്ത മെസ്സേജുകൾ ഒരുപാട് അയക്കും. അതിപ്പോ നമ്മൾ ഓരോ കോളേജിനും ഓരോ കോർണറുണ്ട്. അത് യൂണിവേഴ്സിറ്റി കോളേജിനുമുണ്ട്, എറണാകുളത്ത് മഹാരാജാസ് കോളേജിനുമുണ്ട്, കോഴിക്കോട് ഇക്ബാൽ കോളേജിനുമുണ്ട്. എല്ലാ കോളേജുകൾക്കും ഒരു പ്രണയ കോർണറുകളുണ്ട്. ആ കോർണറുകളിൽ മൊബൈൽ ഇല്ലെങ്കിലും ഒരു മെസ്സേജ് അയക്കും. ആ കാര്യത്തിൽ നമ്മുടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമായ പെശകാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ ഡോക്ടർ പറഞ്ഞത്? പക്ഷെ ഡോക്ടറോട് കാര്യം ചോദിച്ചോ, ഡോക്ടറെ, ഇങ്ങനെ ഈ പെൺകുട്ടികൾ നിരന്തരം മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒരു ചെറുപ്പക്കാരൻ ഹരിചന്ദ്രനെ പോലെ ഈ ഇത് വേണ്ട എന്ന് അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ എന്നാ ഡോക്ടറുടെ? അതെ, എന്റെ അഭിപ്രായത്തിൽ വെറുതെ കള്ളം പറയുന്ന, എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വെറുതെ കള്ളം പറയുന്ന. പറയട്ടെ, ഡോക്ടർ പറഞ്ഞു. എന്താ ഡോക്ടറെ? അല്ല, എന്റെ അഭിപ്രായത്തില് അദ്ദേഹം ഇങ്ങനെ കള്ളം പറയുന്നതാണെന്നാ എന്റെ വിചാരം. അല്ലെങ്കിൽ അത് വൈകോട് അതായത് കള്ളം പറയുന്നു, അതായത് അല്ലെങ്കിൽ പറയുന്നത് ക്ഷമിക്കണം. പറഞ്ഞു ഒരു കുഴപ്പമില്ല, മുൻകൂറായി ക്ഷമിച്ചിരിക്കുന്നു. പറഞ്ഞു. അതായത് ഒരു സാധാരണ ഇവരിരിക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും അങ്ങേര്. അല്ല, ഈ ചെറുപ്പക്കാരനും ചികിത്സ അർഹിക്കുന്നുണ്ടോ?
അതാണ് ഡോക്ടറോട് ചോദിച്ചത്. അദ്ദേഹം സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്റെ അച്ഛന്റെ പ്രായമുണ്ട് ഡോക്ടർക്ക്, എന്റെ അച്ഛന്റെ പ്രായമുണ്ട്. അദ്ദേഹം എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞാലും ഈ പൊതുസദസ്സിൽ ഞാനത് ക്ഷമിക്കും. ശരി. അല്ല, പിന്നെ നമ്മുടെ ഈ ചർച്ചയില് ഈ പറഞ്ഞ പോലെ ഈ ഒരു മെസ്സേജും ഫോണും സ്വീകരിക്കാത്തതും ഒരു പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറയണേ. അതല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? ഏതാ? ഒരു ഫോണും മെസ്സേജും സ്വീകരിക്കില്ല എന്നുള്ള വാശി പിടിക്കുന്നതും ഒരു എന്തോ ഒരു അപാകതയാണെന്നാണോ ഡോക്ടർ? വാശി പിടിക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ മെസ്സേജ് നീ ഞാനൊരെണ്ണം അങ്ങോട്ട് തന്നാൽ നീ അത് താങ്ങത്തില്ല. എന്താ ഈ താങ്ങുക എന്ന് പറയുന്നത്? അത് ആ കുട്ടി കാണുന്ന വേറെ അവർക്ക് ഒരുപാട് അർത്ഥങ്ങൾ തോന്നും. മനസ്സിലായോ? അങ്ങനെ മൊബൈൽ ഫോൺ നിരോധിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഓർഡർ ഇറക്കുകയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോഴും സംഭവം ഉണ്ടായപ്പോൾ എന്താ ഒരു പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് മിന്നൽ പരിശോധന സ്ക്വാഡൊക്കെ രൂപീകരിക്കുകയുണ്ടായി. പക്ഷെ ഇതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികളുടെ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നിരോധിക്കാൻ പാടുണ്ടോ ഇല്ലയോ? മൊബൈൽ നിരോധിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ മൊബൈൽ നിരോധിച്ചുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് അധ്യാപകർക്കാണ്. ഇന്ന് അധ്യാപകർ ഒരുപാട് വിഷയങ്ങളൊന്ന് പഠിപ്പിച്ചിട്ട് വന്നു, പോഷൻ തീർക്കുന്നു. അതിനപ്പുറം അവർക്ക് വിദ്യാർത്ഥികളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരവസ്ഥ. ഇന്നിപ്പോ ഇതേപോലെ കമ്മിറ്റി രൂപീകരിച്ച് ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി സ്ഥിരം ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം 45 മിനിറ്റെങ്കിലും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ എന്തുകൊണ്ട് 45 മിനിറ്റ് ഇത്തരം വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തെന്ന് സംസാരിച്ച് അവർക്ക് വേണ്ടുന്ന നിശ്ചിത ഗൈഡൻസ് നൽകാൻ ഒരിക്കലും തയ്യാറാവാത്ത ഒരു നിലപാടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് സ്കൂളുകളിലൊക്കെ സ്പോർട്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു അധ്യാപകൻ എന്നൊക്കെ നിലയിൽ ഓരോ വിഷയത്തിനും ഓരോ അധ്യാപകനുണ്ട്. എന്തുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികളുടെ മൊബൈലിന് വേണ്ടിയിട്ടല്ല, മാനസികമായ ശാരീരികമായ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, ശരി, മനസ്സിലായി. അതായത് കൌൺസിലിംഗ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പല സ്കൂളുകളിൽ ഉണ്ടെന്ന് തോന്നുന്നത്. പിന്നെ ടീച്ചർമാരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒലിന ഈ പറഞ്ഞ പോലെ ഈ സ്കൂളുകളിൽ വളരെ യാന്ത്രികമായിട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള പെരുമാറ്റം, ആ ഒരു സമവാക്യമാണ് ആ ഒരു സമവാക്യമായിരിക്കാം ഒരുപക്ഷെ ഇതുപോലുള്ള ഇൻസിഡൻസ് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാക്കുന്നു ആ ചെറുപ്പക്കാരൻ പറയണു. ഒരുപക്ഷെ സ്കൂളിന് വേണമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള അപാകത അല്ലെങ്കിൽ ഈ അപരേക്ഷ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷറി ഉണ്ടാക്കിക്കൂടെ? എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും നേരത്തെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും സ്കൂളുകൾ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കൌൺസിലിംഗ് സെഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സ്കൂളുകളിൽ എടുക്കുന്ന അതേ റോള് തന്നെ വീടിനുള്ളിലും ചർച്ചകളാകാം. രക്ഷകർത്താക്കളായി തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിനുള്ളിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്കൂളിൽ അധ്യാപകരുമായിട്ട്. ഇപ്പോൾ കോളേജിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാ സർവകലാശാലകളിലും പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അധ്യാപകരുമായിട്ട്. 10-20 കുട്ടികളെ ഒരു അധ്യാപകന്റെ കീഴിൽ ഒരു കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും, വളരെ സ്വകാര്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ടീച്ചേഴ്സുമായിട്ട് ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കാനുള്ള ഒരു തരം സംവിധാനം ക്യാമ്പസുകളിലും നിലവിലുണ്ട്.